അപ്പോൾ കാണുന്നത് പൃഥ്വിരാജ് അല്ല, രാജുവേട്ടനല്ല. അവിടെ ഒരു ഡബിൾ മോഹനാണ്. ഞാൻ വായിച്ച് സ്ക്രിപ്റ്റിലും ബുക്കിലും വായിച്ച് ഞാൻ റിഹേഴ്സ് ചെയ്യുമ്പോഴൊക്കെ ഇമാജിൻ ചെയ്ത ചൈതന്യത്തിന് ഡബിൾ മോഹനായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നാത്ത കുറേ ലിമിറ്റ്സ് ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട്. ആ ചാൻസ് നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്കത് അഭിനയിക്കണം എന്നുള്ള സാധനം എൻ്റെ ഉള്ളിൽ അന്ന് ഫസ്റ്റ് എനിക്ക് റിയലൈസ് ചെയ്തു. ആ സമയത്ത് നമ്മൾ ക്യാരക്ടേഴ്സാണ്, വേറെ ഒന്നും ആലോചിക്കേണ്ട. ഞാൻ ബുക്കിൽ വായിച്ചപ്പോൾ ചൈതന്യം ഡബിൾ മോഹൻ ഇങ്ങനെയാണ്, അങ്ങനെ തന്നെ ആയിരിക്കണം. ഏതൊരു ഡ്രഗിനെക്കാട്ടും എന്തിനെക്കാട്ടും ആ ഒരു കിക്കുണ്ടല്ലോ, അത് ആ കഥാപാത്രം ആയിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കിക്കുണ്ടല്ലോ, അത് ഭീകരമാണ്. ഒരു മോസ്റ്റ് ഫേവറേറ്റ് സീൻ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? എന്റെ ഫേവറേറ്റ് സീൻ ഒന്നാണോ അത് തോന്നുന്നുണ്ട്. മലയോളം സ്നേഹമുള്ള ഒരാളാണ്. വിഷമമുള്ള ഒരു സാധനം. ഞാനത് എന്തുകൊണ്ട് മുമ്പ് തുടങ്ങിയില്ല. ഇവിടെ ഇരുന്ന് വിലായത്ത് ബുദ്ധനെ കുറിച്ച് സംസാരിക്കും, ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ലേ. ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലും പുള്ളി വരുത്തില്ല. എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് വരും. അത് വരുത്തരുതേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ആയിട്ട് പോയിണ്ടായിരുന്നു. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് കുറെയൊക്കെ ഭാഗ്യമാണ്, പക്ഷെ അങ്ങനെയൊന്നും അല്ല. പണിയെടുക്കണം. അതെ അതെ. വാങ്ങിക്കുന്ന കാറോ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു ഭൂമി കുലുക്കം വന്നാൽ പോകാനേ ഉള്ളതേ ഉള്ളൂ. പഠിത്തം മാത്രമല്ല, അതിന് പുറത്തും ഒരു ലോകമുണ്ട്. ആൻഡ് ഇപ്പം അതിന് പല പല സ്കോപ്പ് ഉണ്ട്. ഗോ ഫോർ ഇറ്റ്. Hi, hello, this is Ashik. You're watching Skylark Pictures Entertainments. പ്രണയത്തിന്റെയും പ്രതികാരത്തിന്റെയും ചന്ദനമണങ്ങളുടെയും സുഗന്ധമുള്ള വിലായത്ത് ബുദ്ധ വരികയാണ് നവംബർ 21 വിശേഷങ്ങളുമായി ചേരുന്നു ധ്രുവൻ ആൻഡ് പ്രിയമത. വെൽക്കം. താങ്ക് യു ഗായ്സ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉള്ളൊരു ടീസറാണ് നമുക്ക് മുമ്പിലുള്ളത്. അത് മാത്രമല്ല, ഇന്ദുഗോപൻ സാറിന്റെ വിലായത്ത് ബുദ്ധ വായിച്ചൊരു പറ്റം ഓഡിയൻസ് ഉണ്ട്, വായിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ആൻഡ് രണ്ട് ടൈപ്പ് ഓഫ് ഓഡിയൻസിനാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഡു യു തിങ്ക്? ഇത് വായിച്ച ആളുകൾ സിനിമ എങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക, ഇത് വായിക്കാത്ത ആളുകൾ സിനിമ എങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക? ആക്ച്വലി ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഒരു ബുക്ക് സിനിമ ആവുമ്പോൾ വായിച്ച ആൾക്കാർക്ക് അവരുടെ മനസ്സിലൊരു കഥാപാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഞാൻ ജനറലി നല്ലോണം ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ റൈറ്ററും കൂടിയാണ്. അപ്പം അതുകൊണ്ട് അപ്പം ബുക്സ് ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പോൾ വായിച്ചൊരു ബുക്ക് സിനിമയായി വരുമ്പോൾ എപ്പോഴും ദ റീഡർ ഇൻ മീ കുറേ കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇന്ന കഥാപാത്രം ഇതായിരിക്കും, അതായിരിക്കും. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ നമ്മൾ അതായിട്ട് മാച്ച് ആവുന്നുണ്ടോ, അതിൽ എൻ്റെ ഇമാജിനേഷന് ജസ്റ്റിസ് കൊടുക്കുന്നുണ്ടോ ഈ കഥാപാത്രങ്ങളും സിനിമയും, ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഫസ്റ്റ് പടവും തൊട്ടപ്പനും ഒരു ബുക്ക് സിനിമയായതായിരുന്നു. അപ്പോൾ സോ ആസ് എ റീഡർ ബാക്കി റീഡേഴ്സിനോട് പറയാനുള്ളത്, നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. റൈറ്റേഴ്സിനോട് അത്രയധികം ഇരുന്ന് സമയം ചെലവഴിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്ദുഗോപൻ ചേട്ടൻ്റെ കൂടെയൊക്കെ കുറേ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ആളാണ് ഈ വിലായത്ത് ബുദ്ധ ലോകം എന്ന് ഈ ഒരു കഥ സൃഷ്ടിച്ചെടുത്തത്. എൻ്റെ കഥാപാത്രമാണെങ്കിലും ബാക്കി എല്ലാ കഥാപാത്രങ്ങളെയും ജന്മം കൊടുത്തൊരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ കുറേ സംസാരിക്കുമായിരുന്നു. ജസ്റ്റ് സോ ദാറ്റ് ഇത് വായിച്ച ആൾക്കാർ ഈ പടം കാണുമ്പോൾ നമ്മൾ അവരെ ഡിസപ്പോയിൻറ്റ് ചെയ്യാണ്ടിരിക്കാൻ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. ആൻഡ് വായിക്കാത്ത ആൾക്കാർക്ക് ഇതൊരു അപാര സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. തൊട്ടപ്പനിലെ കേസ് പറഞ്ഞപ്പോൾ, ഇപ്പോൾ തൊട്ടപ്പനിലൊരു സീനുകൾ ഇപ്പോൾ ഒരുപാട് ഫിസിക്കൽ എഫേർട്ട് ഉള്ള സിനിമ കൂടിയാണ്. ഈവൻ ആ തുഴച്ചിൽ അതിനുശേഷം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ഫിസിക്കലി ഇൻവോൾവ് ആയിട്ടുള്ളത് ഈ സിനിമയിലായിരിക്കും. സോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഐ മീൻ, കാടാണ്, പ്രമേയം കാടാണ്, രാജവേട്ടനാണ്. സോ വാട്ട് ഡു യു തിങ്ക്? ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സോ ആസ് എൻ ആക്ടർ നമുക്ക് ഇത്തരം സിനിമകൾ ചെയ്യുമ്പോഴല്ലേ നമ്മളെ കുറച്ചുകൂടി പുഷ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ആൻഡ് വിലായത്ത് ബുദ്ധ എന്നെ കുറേ രീതിക്ക് എന്നെ പുഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കംഫർട്ട് സോണും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ച കുറേ കാര്യങ്ങൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അത് ഞാൻ ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു ജയൻ ചേട്ടൻ, ഡയറക്ടർ. എന്നെ വിശ്വസിച്ച് എന്നെ ഇത്രയും ഒരു മോണ്യുമെൻ്റൽ ആയുള്ളൊരു ക്യാരക്ടർ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഡെഫിനറ്റ്ലി എൻ്റെ വലിയ പെർഫോമൻസസ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ എടുത്തു കാണാൻ. അപ്പോൾ അതൊരു വിശ്വാസപ്പുറത്തല്ലേ ഒരു ഡയറക്ടർ ആക്ടറിനെ ഈ കഥാപാത്രം ഏൽപ്പിക്കുന്നതും. നമ്മളും എന്താ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇപ്പോൾ പടം ഇറങ്ങുന്നു, പടം ഹിറ്റാവുന്നു, അതൊക്കെ അല്ലെങ്കിൽ അത് പടത്തിൻ്റെ ഒരു ഔട്ട്കം വേറെ തന്നെ, അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ വേറെ തന്നെ ആയിരിക്കും. പക്ഷെ ഈ എവറി ഡേ നമ്മൾ സെറ്റിൽ പോകുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ ആസ് ആൻ ആക്ടർ നമുക്കൊക്കെ ഏറ്റവും ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത്. എന്നും രാവിലെ എണീക്കുമ്പോൾ
വിലായത്ത് ബുദ്ധ സെറ്റിലേക്കാണ് പോകുന്നത്. ജയൻ ചേട്ടനും മറ്റേ കിരൺ ചേട്ടനും വിനോദേട്ടനും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോവാണ്. അത് ഹാപ്പി എക്സ്പീരിയൻസ് ആണ്. എത്ര കാടും മലയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ധ്രുവ്, ശരിക്കും ഒരു 80s ഒരു നായകൻ റഹ്മാൻ സാറിനെ പോലെ അദ്ദേഹം കോളേജുകളിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ കോളേജ് പെൺകുട്ടികൾക്ക് ഒരു ഹരമായി മാറിയിരുന്ന ഒരാളുടെ ചിരിയുണ്ട്, അതിലെ ചായയുണ്ട്, അതിന്റെ തനി പകർപ്പുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനത്തെ കമന്റ്സ്? ആദ്യമൊക്കെ രസമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാനത് പിന്നെ താടിയും ഒക്കെ വരുമ്പോ അത് ചായ കിട്ടാറില്ല. ഈ ഒരു ലുക്കിലാണ് ഇത് നീ എന്താ പുഷ്പ കളിക്കുകയാണോ എന്ന് രാജുവിന്റെ മുഖത്തൊക്കെ ചോദിച്ചപ്പോ അതായിരുന്നു ശരിക്കും ഫസ്റ്റ് ഷോട്ട് സിനിമയില്? അല്ല, അതല്ലായിരുന്നു. ഞങ്ങള് ഫസ്റ്റ് ഷോട്ട് ഞാനും രാജുവേട്ടനും ഉള്ളത് ഡാമിൽ വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് തലേ ദിവസം നേരെ അവിടെ എത്തുന്നു, ജോയിൻ ചെയ്യുന്നു, നേരെ ഈ ഷോട്ടാണ് എടുക്കാൻ പോകുന്നത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ എനിക്ക് രാജുവേട്ടനെ അറിയണോണ്ട്, രാജുവേട്ടനാണെങ്കിൽ അതെ, അതല്ലാതെയും കേട്ടിട്ട് നമുക്കറിയാം. കാരണം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലും പുള്ളി വരുത്തില്ല. എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് വരും. അത് വരുത്തരുതേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ആയിട്ട് പോയിണ്ടായിരുന്നത്. അതാണ് നല്ല വേഷം. റേഞ്ച് ഓഫീസറാണ്, ഫോറസ്റ്റ് ഓഫീസറാണ്. ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ രാജുവേട്ടൻ മരം ചന്ദനൊക്കെ എടുത്ത് എനിക്ക് എന്തൊക്കെ പറയണമെന്ന് അറിയാത്തോണ്ട് ഞാൻ ഈ കിടന്ന് തപ്പണത്. ആവരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അതൊന്നും സമ്മതിക്കാതെ നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ഏത് നിമിഷവും പിടിക്കും, പിന്നെ ഞാൻ എന്ത് വന്നാലും പൂട്ടും എന്നുള്ളൊരു സാധനത്തിലാണ് നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. എനിക്ക് കിക്ക് കിട്ടൂലേ എതിരെ നിൽക്കുന്ന രാജുവേട്ടനെ പോലെ ഒരാളാകും പോലെ? ഭയങ്കര അതെ അതെ അതെ, തീർച്ചയായും ഭയങ്കര സപ്പോർട്ടിങ് ആണ് രാജുവേട്ടൻ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര സപ്പോർട്ടിങ് ആണ്. നമ്മൾ ഒട്ടും അൺകംഫർട്ടബിൾ ആക്കില്ല. ഭയങ്കര ഇതിലായിട്ടാണ് നമ്മളെങ്ങനെയും അതിലേക്ക് വരാൻ സഹായിക്കുന്ന ഒരു ആക്ടറാണ്, കോ ആക്ടറാണ്. യെസ്. പ്രിയ, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് രാജുവേട്ടനെ നേരിട്ട് കാണുന്നത് സെറ്റിൽ വെച്ചിട്ടാണ്, വിലായത്ത് ബുദ്ധയുടെ സെറ്റിൽ വെച്ചിട്ട്. നമ്മളിപ്പോ ഒരു കലിപ്പ് റോളാണ് നായികക്ക്. രണ്ട് തെറി പറയാനാണെങ്കിൽ ചിലപ്പോൾ ആസ് എ ബോൾഡ് ആക്ടേഴ്സ് അല്ലെങ്കിൽ അത് ചിലപ്പോൾ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഈസി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു റൊമാൻസ് ആൻഡ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടൈം, സോ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ആക്ച്വലി റൊമാൻസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എത്ര ആക്ടർ ആണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു വലിവ് ഉണ്ടാവില്ലേ ഉള്ളിൽ? സോ എങ്ങനെയാണ് മാനേജ്? സോ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് രാജുവേട്ടനെ കാണുന്നത് സെറ്റിൽ വെച്ച് പടം ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു ദിവസം മുമ്പ്. അതിനു മുമ്പ് രാജുവേട്ടന്റെ എത്ര വർക്ക്സ് കണ്ടിട്ടുണ്ട്. ഞാൻ രാജുവേട്ടനെ 2 ഡയമെൻഷനിലായിട്ട് മാത്രമേ അതിന് മുന്നേ കണ്ടിട്ടുള്ളൂ. 3 ഡയമെൻഷനിലായിട്ട് കാണുന്നത് പടം ഷൂട്ട് ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ്. ആൻഡ് അന്ന് ഞാൻ കാണുന്നത് പൃഥ്വിരാജായിട്ടാണ്, കൈ കൊടുക്കുന്നത് പൃഥ്വിരാജായിട്ടാണ്. അടുത്ത ദിവസം സെറ്റിൽ കാണുന്നത് ആള് ഡബിൾ മോഹനന്റെ കോസ്റ്റ്യൂം, മേക്കപ്പ്, നടത്തം ഇതിലാണ് കാണുന്നത് സീൻ ചെയ്യുന്നതിന് മുമ്പ്. അപ്പൊ കാണുന്നത് പൃഥ്വിരാജല്ല, രാജുവേട്ടനല്ല. അവിടെ ഒരു ഡബിൾ മോഹനാണ്. ഞാൻ വായിച്ച സ്ക്രിപ്റ്റിലും ബുക്കിലും വായിച്ച് ഞാൻ റിഹേഴ്സ് ചെയ്യുമ്പോഴൊക്കെ ഇമാജിൻ ചെയ്ത ചൈതന്യത്തിന്റെ ഡബിൾ മോഹനായിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് രാജുവേട്ടൻ അതുപോലെയായിരുന്നു, ഡബിൾ മോഹനാണ്. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ആക്ച്വലി. ഇപ്പോൾ എത്രയൊക്കെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഇപ്പോൾ റൊമാൻസ് ആവട്ടെ, ഇപ്പോൾ ഒരു ബോൾഡ്നെസ് ആവട്ടെ, എന്തുവാണെങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന ആക്ടറിന്റെ ഒരു ത്രോ ആണല്ലോ. നമ്മൾ ഒരു എവറി ആക്ഷൻ ആസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ പറയില്ല, അതുപോലെ. ആൻഡ് ഇപ്പോൾ ഇപ്പോൾ കാട്ടുറാസി ഇറങ്ങിയ പാട്ടാണെങ്കിൽ ഞാൻ ഇതുവരെ അതാ പറഞ്ഞു, ഈ പടത്തിൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നാത്ത കുറേ ലിമിറ്റ്സ് ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ആക്ച്വലി ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ ആസ് എൻ ആക്ടർ. നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഗ്രോ ചെയ്യാൻ പറ്റില്ലല്ലോ. ബൃന്ദ മാസ്റ്റർ ലെജൻഡറി ഡാൻസ് കൊറിയോഗ്രാഫർ ആണ്. ബൃന്ദ മാസ്റ്റർ ആണ് ആ പാട്ട് കൊറിയോഗ്രാഫ് ചെയ്തത്. അപ്പോൾ അത്രയും പ്രൊഫഷണൽ ആൻഡ് ബൃന്ദ മാസ്റ്റർ ടീമും ഉണ്ട്. അവർ നമ്മുടെ ആ സ്പേസ് അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ടേ ഷൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ നമുക്ക് തോന്നുന്ന തരം ചാലഞ്ചസ് അപ്പം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല. അത്രയും കംഫർട്ടബിൾ സ്പേസ്. ആ സമയത്ത് നമ്മൾ ക്യാരക്ടേഴ്സാണ്, വേറെ ഒന്നും ആലോചിക്കേണ്ട. ഞാൻ ബുക്കിൽ വായിച്ചപ്പോൾ ചൈതന്യം ഡബിൾ മോഹൻ ഇങ്ങനെയാണ്, അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പൊ അത് രസമായിരുന്നു. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോസ്റ്റ് ഫേവറേറ്റ് സീൻ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? റിവീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം. റിവീൽ ചെയ്യാൻ പറ്റില്ല. എന്റെ ഫേവറേറ്റ് സീൻ ഒന്നാണോ? അത് തോന്നുന്നുണ്ട്. മറ്റേ ഷമിച്ചേട്ടൻ രാജുവേട്ടന്റെ ആണോ?
ആശാനും ശിഷ്യനും തമ്മിലുള്ള അത് ഭീകര സീനാണ്. അതിലെ മെയിൻ കോർ സീൻ കഥയിലല്ലേ? എനിക്ക് 2 സീൻസ് ഉണ്ട്, രണ്ടും റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് ടീസറിലും വരില്ല, ട്രെയിലറിലും വരില്ല തോന്നുന്നു. അത് തിയേറ്ററിൽ വരുമ്പോ വെറും ഒരു ചന്ദനക്കടത്തുകാരനല്ലേ, ഒരു പ്രണയത്തിന്റെ പരകൂടി പോകുന്ന ഒരു മോഹനൻ മലയോളം സ്നേഹമുള്ള ഒരാളാണ്. യു നോ. സോ ഗൈസ്, ഐ ഹാവ് സം ക്വസ്റ്റ്യൻസ് ആൻഡ് നിങ്ങളുടെ ഉള്ളിലെ തത്വജ്ഞാനിയെ പുറത്തിടാൻ സാധിക്കുന്ന തരത്തിലുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ്. സോ അപ്പോൾ ഇതൊരു ബുക്ക് ബേസ്ഡ് സിനിമ ആയതുകൊണ്ട് തന്നെ വായിച്ച ഏതെങ്കിലും പുസ്തകങ്ങൾ ഇനി സിനിമയാക്കുമ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ബാലരമയിലും വായിച്ചിട്ടുണ്ടാവും. ഏത് റോളുകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഒരു ഐക്കോണിക് കഥാപാത്രം ഉള്ളിലുണ്ടോ? ഐ വാണ്ട് ടു പ്ലേ ദിസ്. ഉണ്ട്, വായിക്കുമ്പോൾ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ കഥാപാത്രം കാര്യം എന്താ പറയുക, നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ ആ ഒരു ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ആഴ്ച നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമല്ലോ. രൂപം ഉണ്ടാവും അതിന്. അപ്പൊ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോ ഇങ്ങനെ മിററിലൊക്കെ നോക്കിയിട്ട് ഞാൻ ചിലപ്പോ അതൊക്കെ ആ കഥാപാത്രമായിട്ട് നമ്മളെപ്പോഴും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. ഞാൻ ബുക്ക് വായിച്ച് തീരുമ്പോ നമ്മൾ എവിടെയോ ഗുഡ് ബൈ പറയുന്നു. അപ്പൊ എവിടേക്കോ തോന്നിയിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ കഥാപാത്രം അങ്ങനെ തോന്നിയിട്ടുണ്ടാവണം. പക്ഷെ അല്ല അങ്ങനെയില്ല എന്നല്ല, ചിലത് വായിക്കുമ്പോ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല. ഞാൻ അത്രയും ബുക്ക് വായിക്കുന്ന ഒരാളല്ല. നിങ്ങളുടെ ജീവിതം സിനിമയാക്കുകയാണെങ്കിൽ എന്തായിരിക്കും പേര് കൊടുക്കുക? നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, പേര് കൊടുക്കുക എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്തായിരിക്കും കൊടുക്കുക? അയ്യോ, നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ വിളിച്ചു വരുത്തി ഒരു പേര് പേരെന്താ? ആക്ച്വലി ബാബ. അത് പറയാൻ പറ്റില്ല. അതെ, അത് ഭയങ്കര ട്വിസ്റ്റ് ഉണ്ടായ ജീവിതത്തിലെ ഒരു ട്വിസ്റ്റ് ഉണ്ടായ ഒരു മൊമെന്റ് ഒക്കെയാണ്. അത് പറയാൻ പറ്റില്ല, അതുകൊണ്ടാ പറയാൻ പറ്റാത്തത്. അല്ലേ? ബാബാക്ക് എന്തോ ഉണ്ടല്ലോ. ഉണ്ട്, കഴിഞ്ഞിട്ട് പറഞ്ഞു. If you could time travel and meet your younger self, what advice would you give? Younger self? Yes. എന്താ പറയാ, ഒരു 15 year അല്ലെങ്കിൽ ഒരു 18 year പ്രിയമതയോട്? ഡോണ്ട് ബി സ്കെയർഡ് ടു ഡ്രീം. ഇപ്പോൾ കാണുന്ന ഈ സിനിമ എന്നുള്ളൊരു സ്വപ്നം ചിലപ്പോൾ ആക്ടർ ആണെന്ന് പറയുമ്പോൾ 10 ആൾക്കാർ കളിയാക്കുമായിരിക്കും, അല്ലെങ്കിൽ നടക്കില്ല എന്ന് തോന്നുമായിരിക്കും. ബട്ട് സ്വപ്നം കാണാൻ ആരുടെയും പെർമിഷൻ വേണ്ട. യു ക്യാൻ ഡ്രീം. ആൻഡ് ചിലപ്പോൾ ആ ഒരു ചെറിയ പോസിബിലിറ്റി ഉണ്ട് ദാറ്റ് ഫ്യൂ ഇയേഴ്സ് ഫ്രം നൗ വെൻ സംബഡി ആസ്ക്സ് യു എന്താ ചെയ്യുന്നത്, ഞാനൊരു ആക്ടറാണ് എന്ന് ചിലപ്പോൾ പറയേണ്ട ഒരു അവസ്ഥ എത്തുമായിരിക്കും. സോ ഡോണ്ട് ബി സ്കെയർഡ്, ജസ്റ്റ് ഡ്രീം. യെസ് മാം. ഞാൻ ഒരു 18 ഇയേഴ്സ് ആണെങ്കിൽ അല്ലേ, ഏതെങ്കിലും ഒരു യങ്ങർ സെൽഫിനോട്, നമ്മുടെ ഈ പ്രായത്തിൽ നിന്ന് ഒരു യങ്ങർ സെൽഫിനോട്, നമ്മുടെ തന്നെ ഒരു യങ്ങർ സെൽഫിനോട് എന്തായിരിക്കും പറയാം? അന്ന് പറയാൻ വിട്ടുപോയതൊക്കെ ഉണ്ടാവും. ഞാൻ വായന തുടങ്ങണമെന്ന് പറയാൻ പറ്റും. അത് അപ്പം തുടങ്ങണമായിരുന്നു. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. കാരണം ഞാനത് ലേറ്റായിട്ടാണ് എനിക്ക് റിയലൈസ് ചെയ്തത്. എനിക്കത് ഭയങ്കര വിഷമമുള്ളൊരു സാധനമാണ്. ഞാനത് എന്തുകൊണ്ട് മുമ്പ് തുടങ്ങിയില്ല. എൻ്റെ അച്ഛൻ എപ്പോഴും പറയായിരുന്നു, അച്ഛൻ നന്നായിട്ട് വായിക്കും. അപ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും പറയും വായിക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കര മടിയനായിരുന്നു. ഞാൻ കൂടുതലും ഡോക്യുമെൻ്ററീസ് അങ്ങനത്തെ അതെ വിഷ്വലാണ് എൻ്റെ. അപ്പോൾ എനിക്ക് ആ വായന കുറച്ചുകൂടി മുന്നേ തുടങ്ങണമായിരുന്നു എന്നുള്ളൊരു പറയും ഞാൻ. ഇപ്പം ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേശ്ശെ ബുക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് കാലമായി. മൊബൈൽ ഒരു പ്രശ്നമാണ്? ഇല്ല, ഞാൻ മൊബൈൽ അഡിക്റ്റ് അല്ല. മൊബൈൽ ഫ്രീ ആണ്. ഞാൻ അത്ര അഡിക്റ്റ് അല്ല. ഞാൻ അത്രയും മൊബൈൽ ഫ്രീ ഒന്നും അല്ല. ബട്ട് അത് വായനേനെ ബാധിക്കുന്നില്ല. കൺട്രോളബിൾ ആണ്. ബട്ട് ഓൾസോ ഇപ്പൊ ഈ ചിലവര് സ്ക്രീൻസിൽ വായിക്കില്ലേ, അതെനിക്ക് പറ്റില്ല. എനിക്ക് സ്ക്രീനിൽ വായിക്കാൻ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയ ആർട്ടിക്കിൾസ് അല്ലാണ്ട് ബുക്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റില്ല. ആ പേജ് തന്നെ വേണം. എസ്തെറ്റിക്സിനല്ല, പക്ഷെ അത് ചിലപ്പോൾ ചെറുപ്പം തൊട്ട് നമ്മൾ അതാണ് ശീലിച്ചത്. ആ ഫിസിക്കലായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. സ്ക്രീനിൽ എനിക്ക് എന്തോ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ശരി. നമുക്ക് നമ്മളോട് തന്നെ അഭിമാനം തോന്നുന്ന ചില സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ കൗട്ട് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ ഏതാ? ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. എനിക്ക് വിലായത്ത് ബുദ്ധ. ഞാൻ അതന്നെ പറയാൻ പോയിരുന്നത്. ഇവിടെ ഇരുന്ന് വിലായത്ത് ബുദ്ധനെ കുറിച്ച് സംസാരിക്കുന്നു. വിലായത്ത് ബുദ്ധ അതായോണ്ട് പറയണതല്ല, അല്ലെങ്കിലും എനിക്ക് വിലായത്ത് ബുദ്ധയാണ് എനിക്ക് ആ ഒരു പ്രൗഡ് മൊമെന്റ്. അതെ, അതിൽ കിട്ടിയ ആൾക്കാര്, പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അസോസിയേറ്റ് കോ ആക്ടേഴ്സ്, തീർച്ചയായും ആരാണെങ്കിലും
അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഭയങ്കര ഭാഗ്യമായിട്ടാണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ രണ്ടാൾക്കും വിലായത്ത് ബുദ്ധയാണ്. അതെ അതെ, ഇപ്പൊ ഇവിടെ ഇരുന്ന് വിലായത്ത് ബുദ്ധനെ കുറിച്ച് സംസാരിക്കണം, ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ലേ? You are representing the film. അതൊരു Have you ever had a failure that later felt like a blessing? മുമ്പ് തോൽവിയായി പോയൊരു കാര്യം പിന്നീട് ആലോചിക്കുമ്പോൾ അത് ആക്ച്വലി അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു, അന്നത് സംഭവിച്ചത് നന്നായി. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പറയാൻ പറ്റില്ല. ബാബ കാണുമ്പോ മനസ്സിലാവുമായിരിക്കും. ബാബാക്കിന് എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അറിയില്ല. അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് കുറെ തവണ ഞാൻ എഴുതാൻ നോക്കിയിട്ടൊക്കെ ഉണ്ട്. കഥ ശരിക്കും എഴുതാൻ നോക്കിയിട്ടുണ്ട്? ശരിക്കും പറഞ്ഞാണോ? വെറുതെ പറഞ്ഞല്ല. ബാബ ഇതൊരു പേരതായിരിക്കണം എന്നില്ല, പക്ഷെ അതാണ് എന്റെ ഒരു മലയാളം റൊമാൻസ്. ഇതിലെല്ലാം വരും. എല്ലാം ഉണ്ട്. ജീവിതാണല്ലോ, ഫാന്റസീസ് ഉണ്ട്, ഹൊറർ ഉണ്ട്. എഴുതാൻ ഒത്തിരി അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. ഈ എഴുത് ഇപ്പൊ തന്നെ എനിക്ക് കേട്ടിട്ട് ആ സാധനം താലേക്ക് എഴുതാൻ നിൽക്കുക. അത് എഴുത്, സെറ്റാക്ക്. Okay, do you think destiny chooses us or do we create it step by step? Destiny എന്ന് പറയുന്ന സംഭവം നമ്മൾ ഡിസ്കവർ ചെയ്യുന്നതാണോ അതോ നമ്മൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണോ? What do you think about destiny? എനിക്കിതിൻ്റെ ഒരു മിക്സ് ആയിട്ടാണ് തോന്നാറ് പേഴ്സണലി. ലൈക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15-year-old പ്രിയംവദ അപ്പൊ തൊട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ടർ ആവണമെന്ന് വിചാരിച്ചു വന്നല്ലോ. അപ്പൊ നമ്മളൊരു ഡെസ്റ്റിനി അവിടെ തലയിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു, ഇതായിരിക്കണേ ദൈവമേ എൻ്റെ ഡെസ്റ്റിനി എന്ന് നമ്മൾ പറയുന്നു. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക എന്ന് മെല്ലെ മെല്ലെ പോകണം. പക്ഷെ നമുക്ക് ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്റ്റിനി ആ ഡെസ്റ്റിനി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ജേർണി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ദ മിക്സ് ഓഫ് ബോത്ത്. എനിക്ക് അങ്ങനെയായിരുന്നു. അങ്ങനെ തന്നെയാണ്. അത് നമ്മളൊരു എയിം ഉണ്ടെങ്കിൽ അവിടേക്ക് എത്തണത് ഒറ്റയടിക്ക് എത്തണതെക്കാട്ടും നല്ലത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ബെറ്റർ. അല്ല, ചെറുപ്പത്തില് നമ്മള് ഒരു ജന്മനിയോഗങ്ങളിൽ വിശ്വസിക്കാറുണ്ട്. ഐ മീൻ ഇപ്പോൾ ഞാൻ ജനിച്ചത് ഒരു ആക്ടർ ആവാനാണ്, അങ്ങനെ എപ്പോഴെങ്കിലും ചെറുപ്പത്തിലോ ഒക്കെ തോന്നലുണ്ട്? ചില ദിവ്യ ബോധനങ്ങൾ കിട്ടിയിട്ടുണ്ട്? ചെറുപ്പത്തിൽ ഞാൻ അത്ര ആലോചിക്കാൻ നിന്നിട്ടില്ല, സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിരുന്നു. ഓക്കെ, അല്ല അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു ആക്ടർ ഒരു സംഭവം? അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ ഞാനൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്നത്. ഞാൻ അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നാട് ഒറ്റപ്പാല. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കൂടുതലും ഷൂട്ടിങ് ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും എല്ലാവരും നമുക്ക് അവിടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തായാലും കാണാം ഷൂട്ടിങ്. അവിടെ ആരാന്ന് ഷൂട്ടിങ്, ഏതാ ഷൂട്ടിങ് എല്ലാം അറിയാൻ പറ്റും. നാളെ വന്നാലും ഉണ്ട്. നമുക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ദിവസം ഇരിക്കുന്ന സമയത്താണ് സ്കൂളിൽ വന്നിട്ട് കുറച്ച് പിള്ളേരെ വേണം, ദാദാ സാഹിബ് എന്നുള്ള പടത്തിനാണ്, അതിൽ കുറച്ച് പിള്ളേരെ വേണം എന്ന് പറയുമ്പോൾ ഞാൻ വേഗം കൈവക്കി. എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാൻ കൈവക്കി. ഞാൻ എനിക്ക് എന്തോ ഒരു ഇത് തോന്നി, കൈവക്കി. ഞാൻ അതിൻ്റെ പിന്നല്ലായിരുന്നു. പിന്നെ അതിലൊരു ചാൻസ് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് തീരെ സുഖമില്ലാതെ, എനിക്ക് ഭയങ്കര വൊമിറ്റിങ്ങും സ്റ്റൊമക്ക് പ്രോബ്ലമൊക്കെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയതില്ല, പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ചാൻസ് നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്ക് എനിക്കത് അഭിനയിക്കണം എന്നുള്ള സാധനം എൻ്റെ ഉള്ളിൽ അന്ന് ഫസ്റ്റ് എനിക്ക് റിയലൈസ് ചെയ്തത്. അതിന് മുന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. റിയലൈസ് ചെയ്തത് ആ ഒരു നിമിഷമായിരുന്നു. പിന്നീട് ഞാൻ ഇതിൻ്റെ പിന്നാലെ പോയിട്ടൊക്കെ ഉണ്ട്. ഞാനൊരു ചോദ്യം കൂടെ ചോദിച്ചാൽ സിൻസിയർ ആയിട്ട് ആൻസർ പറയാൻ ശ്രമിക്കാം. ആക്ച്വലി സിനിമ നമുക്ക് തരുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. അതിലൊന്ന് ഫെയിമാണ്, ഒന്ന് സമ്പാദ്യമാണ്. ഇത് രണ്ടും ഇല്ലാത്ത എന്ത് കാര്യമാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത് ആസ് എൻ ആക്ടർ? സിനിമയിലേക്ക് അടുപ്പിക്കുന്നത്, അട്രാക്ട് ചെയ്യുന്നത് എന്താണ്? വിതൗട്ട് ഫെയിം, വിതൗട്ട് മണി. ഇതല്ലെങ്കിൽ ഒരു കഥാപാത്രം ആകുമ്പോൾ കിട്ടുന്ന ഒരു കിക്കുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, എൻ്റെ അറിവിൽ വെച്ചിട്ടാണ് ഞാൻ പറയണത്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഏതൊരു ഡ്രഗിനെക്കാട്ടും എന്തിനെക്കാട്ടും ആ ഒരു കിക്കുണ്ടല്ലോ, അത് ആ കഥാപാത്രം ആയിക്കഴിഞ്ഞാലുള്ള കിട്ടുന്ന ഒരു കിക്കുണ്ടല്ലോ, അത് ഭീകരമാണ്. ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അത് കിട്ടുമ്പോൾ അതിൻ്റെ പുറകെയാണ് ഇതൊക്കെ വരുന്നുള്ളൂ. ഈ പറഞ്ഞ ഫെയിമും മണിയും എന്താണെങ്കിലും ഒക്കെ വരുന്നുള്ളൂ. ആ ഒരു സാധനം കിട്ടുമ്പോൾ ഭയങ്കര രസമാണ്. നമുക്ക് ചെയ്യുമ്പോഴും വീണ്ടും അടുത്ത് പിടിക്കുക, കട്ട് പറയല്ലേ, നമുക്ക് പോവാം. ഈ സാധനത്തിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടാവുക, അല്ലേ? എനിക്ക് എന്താ പറയുക, എനിക്ക് ആക്ടർ ആവണം എന്ന് സ്ട്രോങ്ലി ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ തലയിലൊരു സാധനം കയറിയിട്ടുണ്ടായിരുന്നു. അതായത് ഒറ്റ ജീവിതത്തിൽ
പല പല ജീവിതങ്ങൾ ജീവിച്ചു തീർക്കാൻ പറ്റുന്ന എന്നെ വേറെന്താ ആക്ടർ അല്ലെങ്കിൽ വേറൊന്നും എനിക്ക് എക്സ്പീരിയൻസ് തരില്ല. ഞാൻ ഇന്നൊരു സിനിമയിൽ ഇപ്പൊ ഞാൻ ചൈതന്യമായിട്ട് അഭിനയിക്കുന്നു, ആ 2.5 മണിക്കൂർ ആൾക്കാർ കാണുമ്പോൾ പ്രിയമവത അല്ല ഇവിടെ കാണാൻ, ഐ ഹോപ്പ് പ്രിയമവതനെ കാണില്ല, ചൈതന്യമാണ്. മറയൂരിൽ താമസിക്കുന്ന ഏതോ ഒരു ഞാനായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാള്. ഇപ്പൊ വേറൊരു പടമാകുമ്പോൾ ഇപ്പം ഞാനൊരു ഡോക്ടർ ആണെങ്കിൽ ആ കുറച്ച് നേരത്തേക്ക് ഞാൻ ഡോക്ടറാണ് ആൾക്കാരുടെ മുന്നിൽ, ലോയർ ആണെങ്കിൽ ഞാൻ ലോയറാണ്, ടീലർ ആണെങ്കിൽ ടീലറാണ്. അപ്പോൾ അത് വേറെ എന്ത് മേഖല എനിക്കത് തരാം? ഒറ്റ ലൈഫിൽ പല പല ജീവിതങ്ങൾ ജീവിച്ചു തീർക്കാൻ പറ്റുക, അതാണ് എനിക്ക് കിട്ടുന്ന ഒരു ഹൈ ദാൻ ഇപ്പോൾ മണി ഓഫ് ഫെയിം ഓർഡർ. യെസ്, അടിപൊളി, സൂപ്പർ. ഓക്കെ, ഹൗ ഡു യു ഹീൽ യുവർ സെൽഫ്? ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു ടെൻഷൻ വന്നാൽ, സ്ട്രെസ് ഉണ്ടായാൽ എങ്ങനെയാണ് നമ്മളെ സമാധാനിപ്പിക്കുക? കരയണ്ടെന്ന് പറയാ? ഇല്ല, കരയണ്ടാണെങ്കിൽ കരയണം. അതെ, സത്യം. ഐ മീൻ ആശ്വസിപ്പിക്കാന്ന് ഉദ്ദേശിച്ചിട്ടോ. എങ്ങനെ എന്തെങ്കിലും ഒരു ഹീലിംഗ്? ഞാൻ ട്രാവൽ ചെയ്യും. ട്രാവൽ ഞാൻ ഫോറസ്റ്റ് ആണ് എൻ്റെ ഏറ്റവും, മൗണ്ടൈൻസ് ആൻഡ് ഫോറസ്റ്റ്. ഞാൻ കൂടുതലും ട്രാവൽ ചെയ്ത് മല കയറാൻ നോക്കും. കാരണം അത് മല കയറിയ പകുതി ഉരുകി പോകും. അയ്യോ, ഭയങ്കര എനർജി അല്ലേ മൗണ്ടൈൻസിന്, ഭയങ്കര ഹൈ എനർജിയാണ് മൗണ്ടൈൻസിന്. ഞാൻ കൂടുതലും ഹിമാലയാണ് കയറാറ്. വിഷം വന്നാൽ അപ്പൊ ബൈക്ക് എടുക്കാൻ വിടുകയാണ്. ബൈക്കിലല്ല, അല്ലാതെ പോവും. ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായും. ഞാൻ ഇവിടെയൊക്കെ മൂന്നാർ, വാഗമൺ അവിടെയൊക്കെ ഒറ്റയ്ക്ക് പോവാ? ഒറ്റയ്ക്കും പോവാറുണ്ട്. ചിലപ്പോ ഫ്രണ്ട്സ്. ഏതാണ് മോർ കിക്ക്? ഒറ്റയ്ക്ക് പോണത്. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം പുതിയൊരു ആൾക്കാരെ പരിചയപ്പെടാം, പുതിയ കൾച്ചർ പഠിക്കും, ഭയങ്കര രസമാണ്. പുതിയ ഒരു ആളായിട്ട് നമുക്ക് തിരിച്ചു വരാം, ഭയങ്കര രസമാണ്. ഒറ്റയ്ക്ക് പോണത് വേറെ കിക്കാ, ആരും നോക്കണ്ട. ഇപ്പൊ നമ്മള് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് പോകുമ്പോൾ നമ്മുടെ കംഫർട്ട് സ്പേസ് ആണ്, നമ്മൾ വേറൊന്നും ഇല്ല. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ അത്യാവശ്യം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. അപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ കൾച്ചർ ആണെങ്കിലും റാൻഡം ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അത് ഈവൺ ആസ് എൻ ആക്ടർ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മൾ എത്ര കഥാപാത്രങ്ങളെ കാണുന്നത്, അതൊരു ഹൈ ആട്ടോ ഇൻ ഇറ്റ് സെൽഫ്. ആൻഡ് ഓൾസോ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിലോ ടെൻഷൻ ഉണ്ടെങ്കിലോ സ്ട്രെസ് ഉണ്ടെങ്കിലോ എന്നെ തന്നെ ഞാനിപ്പോൾ സമാധാനിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ കരയാൻ തോന്നുന്നുണ്ടോ, കരഞ്ഞു തീർക്കുക. ആ കരഞ്ഞു തീർക്കുന്നതിൻ്റെ ഒരു അവസാനം ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അത് പോട്ടേക്കോളാം. അങ്ങനെ നമുക്ക് പിന്നെ എനർജി ഉണ്ടാവില്ല, സ്ട്രെസ് ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല. എനർജി മൊത്തം കരച്ചില് കഴിഞ്ഞു. ചിരിക്കണമെങ്കിൽ ചിരിച്ചു തീർക്കുക, നിലവിളിക്കണമെങ്കിൽ നിലവിളിച്ചങ്ങോട്ട് തീർക്കുക. Do you think people truly change or do they just reveal who they always were? അവര് ആക്ച്വലി ആളുകൾ മാറുന്നതാണോ അതോ അവരുടെ തനിനിറം പുറത്തു വരുന്നതാണോ? ആൾക്കാർ മാറ്റം ഉണ്ടാവും, ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും. അത് ഫേക്ക് ആയിട്ടുള്ള മാറ്റാണോ റിയൽ ആയിട്ടുള്ള മാറ്റാണോ എന്നുള്ളത് ഡിപ്പെൻസ്. പക്ഷെ മാറ്റം ഉണ്ടാവും, ഉറപ്പാ. ഉറപ്പായിട്ടും. ഇപ്പോൾ നമ്മൾ കണ്ട സിനിമ എടുത്തു കഴിഞ്ഞാൽ ഓരോ ആർട്ടിസ്റ്റ് തന്നെ പെർഫോം ചെയ്യണതാണെങ്കിലും അല്ലെങ്കിൽ ആ രീതിക്കാണെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതേപോലെ പേഴ്സണൽ ആൾക്കാർക്ക് ഓരോരുത്തരുടെ ആഗ്രഹപ്രകാരമുള്ള മാറ്റങ്ങൾ അവർക്ക് സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതാവാൻ വേണ്ടിയിട്ട് ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയുന്ന പോലെ അവരത് ആയി മാറി പിന്നെ അതന്നെ ആകും. അങ്ങനെ സംഭവിക്കാറുണ്ട്. ചില സാഹചര്യങ്ങൾ ചില ആൾക്കാരെ മാറ്റുന്നു, ചില ചുറ്റുപാടുകൾ നിങ്ങളെ മാറ്റുന്നു. അപ്പോൾ ഏതാണ് നല്ല മാറ്റം, ഏത് മാറ്റാണ് എന്നെ ഗുണം ചെയ്യുക, ഏത് മാറ്റാണ് എനിക്ക് തീരെ ഗുണം ചെയ്യാത്തത് എന്ന് ബോധപൂർവം തീരുമാനം എടുക്കാനുള്ള കഴിവ് നമ്മുടെ കയ്യിലില്ല. What's something you once believed strongly but no longer do? മുമ്പ് ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്ന കാര്യമാണ്, ഇപ്പോൾ അതിലത്ര വിശ്വാസമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം. ഉണ്ട്, പക്ഷെ അത് ഞാൻ പറയുന്നില്ല. സൽവാൻ വയ്യ, അതും ബാബ പോലത്തെ ഒരു കേസാ. ബാബ 2 ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഐ തിങ്ക് പണ്ട് ഞാൻ കുറെയൊക്കെ ഈ ലക്ക് ഫാക്ടറിൽ ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ആൾക്കാരെന്നെ കാണുമ്പോൾ വളരെ ഭാഗ്യാന്നൊക്കെ തോന്നും. പിന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി ലക്ക് മാത്രം. ഓക്കെ, ലക്ക് ഫാക്ടർ ഒരു സംഭവം തന്നെയാണ്. ഇപ്പം എനിക്ക് എവിടെയോ ലക്ക് ഫാക്ടർ ഉള്ളത് കൊണ്ടായിരിക്കാം ജയൻ ചേട്ടൻ എൻ്റെ ആദ്യത്തെ പടത്തിനെ കുറിച്ച് അറിഞ്ഞതും കണ്ടതും. അല്ലെങ്കിൽ ആ പടം കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് വിലായത്ത് ബുദ്ധം ഉണ്ടാവില്ലായിരുന്നു. അപ്പം എൻ്റെ എവിടെയോ ഒരു ലക്ക് ഫാക്ടറാണ് അത് നടന്നു കിട്ടിയത്. ബട്ട് അല്ലാണ്ട് അത് മാത്രമല്ല, അത് ഹാർഡ് വർക്ക് തന്നെ വേണം. അത് ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് കുറെയൊക്കെ ഭാഗ്യമാണ്, പക്ഷെ അങ്ങനെയൊന്നും അല്ല.
പണിയെടുക്കണം. അതെ അതെ. നാളെ നമ്മളെല്ലാവരും ലോകത്തുനിന്ന് വിട പറയും. ഐ മീൻ വി ആർ ആൾ അല്ലേ, നമുക്ക് എല്ലാവരും പോകേണ്ടവരാണ്. അപ്പോൾ പോയി കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും വേൾഡ് നമ്മളെ എങ്ങനെ റിമെമ്പർ ചെയ്യണം എന്നാണ്, എങ്ങനെ ഓർക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എന്തായിട്ട് ഓർക്കണം? നാളെ ഒരു പ്രിയംവദ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ എന്താ പറയണ്ടേ? ഒബ്വിയസ്ലി ആഗ്രഹം നല്ല കാര്യങ്ങൾ തന്നെ പറയട്ടെ. ഐ മീൻ എന്തായിട്ട് അറിയപ്പെടണം, എന്തായിട്ട് ഓർമ്മിക്കപ്പെടണം? എന്താണ് കൊറേ ഉണ്ട്, ഭയങ്കര ഒരു ചോദ്യമല്ലേ, എന്തോ ഒറ്റ വാക്കിൽ പറയാ. രസമല്ലേ, കാരണം ആളുകളുടെ മനസ്സിലും അവർക്ക് തുറന്നു പറയാനുള്ള ഒരു ഓപ്ഷനാണ് ആക്ച്വലി അല്ലേ? അതെ. നമ്മളെന്തായാലും കുറേ ഇങ്ങനെ ജീവിതത്തിൽ കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ബട്ട് അറ്റ്ലീസ്റ്റ് എന്താണ് നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വന്ന ആൾക്കാർക്കൊക്കെ നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 ഹാപ്പി മെമ്മറി എങ്കിലും ഉണ്ടായിരിക്കണം. നമ്മൾ പോണതിന് മുന്നേ നമ്മുടെ ലൈഫിൽ വരുന്ന ആൾക്കാർക്ക് ഒരു ഹാപ്പി മെമ്മറി സമ്മാനിച്ചിട്ട് പോകണം. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പോയാലും ആ മെമ്മറി മാത്രമേ അവിടെ ഉള്ളൂ. ഞാൻ ഇപ്പം ഉണ്ടാക്കുന്ന വീടോ വാങ്ങിക്കുന്ന കാറോ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. അതൊക്കെ ഒരു ഭൂമി കുലുക്കം വന്നാൽ പോകാനേ ഉള്ളതേ ഉള്ളൂ. ബട്ട് ഉണ്ടാക്കുന്ന മെമ്മറീസ്, ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന മെമ്മറീസ് തന്നെയാണ്. അത് നല്ല മെമ്മറീസ് എനിക്ക് ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റണം എന്ന്. എന്തെങ്കിലും ധ്രുവിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാം? ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ് ആളൊരു രക്ഷയില്ലാത്ത ആർട്ടിസ്റ്റ് ആയിരുന്നു. അത് കേൾക്കണം എന്നുണ്ട്, അത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആയിരിക്കണം. ഏത് വേഷം, ഹീറോ വില്ലൻ അങ്ങനെയൊന്നുമല്ല, ആർട്ടിസ്റ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആയിരിക്കണം. ഒരു രക്ഷയില്ല, എന്ത് കൊടുത്താലും സിനിമ പിന്നെ ഇമ്മോർട്ടൽ ആണല്ലോ. നമ്മൾ ഒരു സിനിമ ചെയ്തു വെച്ച് നമ്മൾ പോയാലും 100 വർഷം കഴിഞ്ഞാലും ആർക്കൈവ്സ് ഉണ്ടെങ്കിൽ സിനിമ ഇരുന്ന് കാണാം. മിസ് അവിടെ അറിയണം. അതെ, ഞാൻ പോകുമ്പോ അത് ആഗ്രഹമുണ്ട്. What is a lesson you would want the next generation to learn early? Learn early. നേരത്തെ മനസ്സിലാക്കിയ കൊള്ളാം. സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക. അത് സമയം എങ്ങനെയാണ്, നമ്മൾ മണി മാനേജ്മെന്റ് പറയില്ലേ, അതുപോലെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന പോലത്തെ ഉള്ളൊരു കോമ്പറ്റീറ്റീവ് നേച്ചർ അല്ല ഇപ്പം എന്തായാലേ. ഐ മീൻ അപ്പോൾ അത് നമ്മൾ അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക. പിന്നെ പഠിത്തം മാത്രമല്ല, അതിന് പുറത്തും ഒരു ലോകമുണ്ട്. ആൻഡ് ഇപ്പം അതിന് പല പല സ്കോപ്പ് ഉണ്ട്. ഗോ ഫോർ ഇറ്റ്, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ഉണ്ടെങ്കിൽ ആ ഡ്രീമിന് വേണ്ടി എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ, എന്തൊക്കെ നേടാൻ പറ്റുമോ, എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് പിന്മാറരുത്, എത്തിയിരിക്കും അതിലേക്ക്. ഈ ഒരു സംഭവം ഒരു കോട്ട് ആയിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞല്ലേ, ടീഷർട്ടിൽ പ്രിന്റ് ചെയ്തിട്ട് അടുത്ത ഇന്റർവ്യൂവിൽ ഇരിക്കാം. Do you think art finds the artist or the artist finds the art? കലാകാരനെയാണോ കലാകാരൻ കലയാണോ വേണ്ടത്? അത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും കൺഫ്യൂഷനാണ്. അത് എങ്ങനെയാ സംഭവിക്കണം എന്നുള്ളതാ മനസ്സിലാവാത്ത. തേടി വരികയാണോ തേടി പോകുക? എനിക്ക് തോന്നുന്നു രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തേടി വരലും. നമ്മൾ ഒരു സാധനം എഴുതാവും, പ്രിയംവദ എന്ന് പറഞ്ഞ മറ്റേ ചൈതന്യ എന്ന് പറഞ്ഞ കഥാപാത്രം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റാക്കി സിനിമ ചെയ്യണം, ഇത് ആര് വെക്കും? അപ്പോഴും ഇയാൾ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, എനിക്ക് അങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയായിരുന്നെങ്കിൽ. അപ്പോഴും ചിലപ്പോൾ ഇത് സിങ്കായിട്ട് ക്യാരക്ടർ ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കണക്ട് ആവും, അറിയില്ല. എനിക്ക് തോന്നുന്നു എവിടെയോ ഇങ്ങനെ എവിടെയോ ഒരു ജേർണി ആയിരിക്കാം. ചിലപ്പോൾ മീറ്റ് ചെയ്യും, ചിലപ്പോൾ മീറ്റ് ചെയ്യും, റിലേഷൻഷിപ്സ് പോലെ. അതെ, ചിലപ്പോൾ ആ ഒരു ആഗ്രഹവും ആ അന്വേഷണവും കൂടി ഒന്നിച്ചു ചേരുമ്പോൾ അത് സംഭവിക്കണം. പക്ഷെ ഇത് ആഗ്രഹിച്ച് കുറെ പേരുണ്ടാവും, ഉണ്ടാവാം. പക്ഷെ ആരുടെയാണോ തീവ്രമായ ആഗ്രഹം, ആഗ്രഹവും അന്വേഷണവും. നല്ല രസമല്ലേ? അതും ഞാനൊരു ടീഷർട്ടിൽ പ്രിന്റ് ചെയ്യാൻ പോവാണ്. ഒരു ടീഷർട്ട്. What is your personal definition of enough? മതി അല്ലെങ്കിൽ ഒരു ഫുൾഫിൽനെസ് എപ്പോഴാ തോന്നും? കുറച്ച് ഫിലോസഫിക്കലാണ്. ഊണയിക്കുമ്പോ തോന്നും. അല്ലാണ്ട് വേറെ ഒന്നിനും മനുഷ്യനായി പോയില്ലേ? ബാക്കിയൊന്നും ഇനഫല്ല, മനുഷ്യനായി പോയില്ലേ? ഒരു ഡ്രൈവ് വേണമല്ലോ, ആർത്തി ഉണ്ടാവണം കാര്യങ്ങൾ. എന്തിനോടും എന്താണോ ആഗ്രഹം അതിനോട് കൂടുതലായാൽ നന്നായി. അതെ, നമുക്ക് പറഞ്ഞ ആർത്തി ഉണ്ട്, പണത്തിനോടല്ല. അതാണ്, എന്തിനോടാണോ അതിന്റെ ഇതിലാണ്.
ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു സിനിമ ശരിക്കും ഞാൻ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. ആക്ച്വലി ഈ ഇന്റർവ്യൂസ് കുറച്ചുകൂടി ആളുകളിലേക്ക് വേറൊരു ടൈപ്പ് ഓഫ് വ്യൂവിൽ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് ബൈ ദ വേ, വിലായത്ത് ബുദ്ധ എന്നുള്ള സിനിമ ഇന്ദുഗോപന്റെ തിരക്കഥയിൽ നമ്മൾ കുറേ ആളുകൾ വായിച്ചിട്ടുള്ളതാണ്. അത് സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയുടെ ഹുക്സ് എന്തൊക്കെയാണ്? ഇവൻ പുഷ്പയുടെ കേസ് പറയുന്നുണ്ട്, ഒരുപാട് സിനിമയുടേതായ ചില അലങ്കാരങ്ങൾ അതിന് ചേർക്ക് വെക്കുന്നുണ്ട് നമ്മൾ. അതിനൊക്കെ അപ്പുറത്തേക്ക് തിയേറ്ററിലെ ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്ന മൊമെന്റ്സുകൾ എന്തൊക്കെ ഉണ്ട്? ഐ മീൻ റിവീൽ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം? ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ രാജുവേട്ടൻ്റെയും ഷമ്മി ചേട്ടൻ്റെയും ഗംഭീര പ്രകടനം. ഷമ്മി ചേട്ടനൊക്കെ ഒരു രക്ഷയില്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ സുരാജേട്ടനെ കാണാം. സുരാജ് അതെ, ഞങ്ങൾ കണ്ടില്ലല്ലോ, അത് വരാൻ പോണത്. സുരാജേട്ടനെ കാണാം. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു ബിഗ് സ്കെയിൽ മൂവിയാണ്. ഇതൊരു മൊബൈലിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നമുക്ക് ടി വിയിൽ ഇരുന്നോ കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് ബിഗ് സ്കെയിലിൽ തന്നെ തിയേറ്ററിൽ വന്നിരുന്നു. അതെ അതെ അതെ, അത് തിയേറ്ററിൽ കാണണം. കാരണം അരവിന്ദ് കശ്യപ് കാന്താരയുടെ ഒക്കെ സിനിമാറ്റോഗ്രാഫർ, രണദീപ് ഉണ്ടാസ് സിനിമാറ്റോഗ്രാഫർ, ആ ഫ്രെയിംസ് ഒക്കെ അതുപോലെ എൻജോയ് ചെയ്യണമെങ്കിൽ ഇതൊരു ബിഗ് സ്കെയിൽ മൂവിയാണ്. ഇതൊരു അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മൂവിയാണ്. ജേക്സ് ബിജോയുടെ മ്യൂസിക്കിൻ്റെ ബാക്കിങ്ങും ബംഗ്ലാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേൾഡ് വിത്ത് ഹിസ് ആർട്ട് ഡയറക്ഷൻ, ജയൻ ചേട്ടൻ്റെ ഡയറക്ഷൻ, എല്ലാം കൊണ്ട് ഇത് എനി സിനിമ അതിൻ്റെ ഒരു ഫുൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ. സിനിമ വാസ് മെയ്ഡ് ഫോർ തിയേറ്റേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ സച്ചേട്ടനുള്ളൊരു ട്രിബ്യൂട്ട്. അതെ, സച്ചേട്ടൻ്റെ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. സച്ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സിനിമയാണ് വിലായത്ത് ബുദ്ധ. അത് ഇപ്പോൾ തിയേറ്ററിലേക്ക് വരികയാണ്. ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.